എനിക്കാണിപ്പോ വസീഫ് പറഞ്ഞു 6,000 കോടി ബാക്കി വെച്ചിട്ടുണ്ടെന്ന്. അദ്ദേഹത്തിന്റെ ധനകാര്യമന്ത്രി പറഞ്ഞ 4,500 കോടി എന്നാണ്. ഇപ്പൊ 6,000 ആയി. 6 ലക്ഷം കോടി രൂപയാണ് കടം നമ്മൾ എടുത്തിരിക്കുന്നത്. അതായത് ആളോഹരി കടം എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണ്. അല്ല, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. 6 ലക്ഷം കോടി കടം എടുത്തിട്ടാണ് ഇപ്പൊ 4,500 കോടി ഉണ്ടെന്ന് പറയുന്നത്. ഇപ്പൊ ഇതിൽ വിഷയം എന്ന് പറയുന്നത് ഈ കടം എടുക്കുന്നതിൽ 92% കൊടുക്കുന്നത് ശമ്പളവും പെൻഷനുമായിട്ടാണ്. അതോടുപരിയായിട്ടാണ് ഇപ്പൊ പറയുന്നത് ഫ്രീ ബീസ്, അതായത് ഇപ്പോൾ KSRTC കൊടുക്കും. ഇപ്പൊ അതിൽ തന്നെ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. പ്രൈവറ്റ് ഓപ്പറേറ്റർ അസോസിയേഷൻസ് ഇപ്പൊ പ്രശ്നങ്ങൾ തുടങ്ങി. ഇപ്പോൾ ഈ വിഷയങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം നമ്മളാണെങ്കിലും ഒരു 6 മാസം സമയം കൊടുക്കുന്നത് ഇപ്പോൾ ഒരു CPIയുടെ പ്രതിനിധി പോലെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മുഖ്യമന്ത്രി ആര് എന്നുള്ള തീരുമാനം 10 ദിവസത്തിനുള്ളിൽ ചർച്ചയ്ക്കുള്ളിൽ ജനങ്ങളും പാർട്ടിക്കാരും ഘടകകക്ഷികളും വരെ ഇപ്പോൾ അസംതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുക. അവസാന നിമിഷം പണ്ട് ഞാൻ ഓർക്കുന്നത് രാഹുൽ ഗാന്ധി ഇവിടെ വന്നപ്പോൾ ക്യാമ്പയിൻ വന്നപ്പോൾ പറഞ്ഞൊരു വനിതാ മുഖ്യമന്ത്രി വരുന്നത്. ഇനിയിപ്പോൾ അവസാനം ഇപ്പോൾ വരാൻ പോകുന്നത് സൂപ്പർ ഹൈക്കമാൻഡ് ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധി തന്നെ ഇപ്പൊ മുഖ്യമന്ത്രി ആവുമെന്നുള്ള രീതിയിലേക്കാണ് ഇപ്പൊ ചർച്ച പോകുന്നത്. അറിയാൻ പറ്റത്തില്ല. ടെലികാസ്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ 7 മണിക്ക് പുതിയ മുഖ്യമന്ത്രി വരുമ്പോ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളെ സമയത്തോളം നമ്മുടെ ഇവിടെ ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെയുള്ള കടം അത് കുറയ്ക്കുകയും അതോടൊപ്പം തന്നെ ഈ കടമെടുക്കുന്ന തെറ്റല്ല, പക്ഷെ അത് വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. വികസനത്തിലൂടെ പണം വീണ്ടും ഉണ്ടാക്കുന്ന രീതിയിൽ വേണം കടം ഉപയോഗിക്കാൻ. അതാണ് ധനകാര്യം. ഇതിനകത്ത് എനിക്ക് അത്ഭുതകരമായിട്ട് തോന്നുകയാണ്. എന്താണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അധികാരത്തിലേക്ക് വന്നില്ല, അതിനു മുമ്പേ തന്നെ ഇവർക്ക് ഭയങ്കര ബേജാറാണ് ഇതിനകത്ത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളത്. കഴിഞ്ഞ 10 വർഷക്കാലം കൃത്യമായ പെൻഷൻ നൽകിക്കൊണ്ട്, വനിതകൾക്ക് ആവശ്യമായിട്ടുള്ള പ്രോത്സാഹനം നൽകിക്കൊണ്ട്, ചെറുപ്പക്കാർക്ക് സംരംഭകർക്ക് ആവശ്യമായിട്ടുള്ള പ്രോത്സാഹനം നൽകിക്കൊണ്ട് ഈ ഗവൺമെന്റ് എത്ര ശക്തമായിട്ട് മുന്നോട്ട് പോയി. അധികാരത്തിലേക്ക് ഇരിക്കുന്നതിന് മുൻപേ തന്നെ ഇവർ അതിനെക്കുറിച്ചാണ് ടെൻഷൻ ആകുക. അതോടൊപ്പം അവർ പറയുന്ന ഒരു കാര്യം കഴിഞ്ഞ സർക്കാർ കടമെടുത്തതിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ കടമെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി തീർച്ചയായും എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, അടുത്ത ഗവൺമെന്റ് വരുമ്പോൾ ഇവർ കടമെടുക്കാതെ മുന്നോട്ട് പോകുമെന്ന് ഒരു ഉറപ്പ് കേരളത്തിന് നൽകാൻ സാധിക്കും? 2,000 രൂപ ക്ഷേമ പെൻഷൻ ഇറങ്ങാൻ സമയത്ത് കൊടുത്ത പോലെ 3,000 രൂപയുടെ ക്ഷേമ പെൻഷൻ 5 വർഷം കഴിയുമ്പോഴാണോ കൊടുക്കാൻ പോണെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വെച്ചിരിക്കുന്ന ആ ഒരു പ്രകടന പത്രിക, അതുമായി ബന്ധപ്പെട്ട ഓരോ വിഷയങ്ങളും വെച്ചിട്ടുള്ള സംവാദങ്ങൾ ഇനി നടക്കും. അതിനനുസരിച്ച് ചാടിക്കാടൻ LDF അവര് കേരള കോൺഗ്രസ് ഇടയ്ക്കിടയ്ക്ക് മാറുന്നുണ്ട്. ആൾക്കാർക്ക് ഏതായാലും നമുക്കറിയത്തില്ല. ഞാൻ പറയുന്നത് LDF ആയാലും UDF ആണെങ്കിലും ഇവിടെ വാഗ്ദാനം കൊടുക്കുന്നത് ജനങ്ങൾക്ക് ഇറങ്ങുന്ന സമയത്തല്ല കൊടുക്കുക. ഒരു മാസം മുന്നേ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പഞ്ചാരം ഫ്രീ കൊടുത്താലേ പറയുന്നതും കൂടി ഓർക്കണം കേട്ടോ.